ഹായ് ഓൾ, എല്ലാവർക്കും എബിസ് മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് SSC RRB പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹5,000 അറ്റ് 10% per annum for 2 years compounded annually. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2-3 മെത്തേഡുകളുണ്ട്. നമുക്ക് ആ മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റകൾ നമുക്ക് നോക്കാം അല്ലെ. തന്നിരിക്കുന്നത് എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പി എത്രയാ? 5,000. പ്രിൻസിപ്പൽ എമൗണ്ട് 5,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. അതിന്റെ നമ്പർ ഓഫ് ഇയേഴ്സ് 2. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 10% എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ എന്താണ്? 1/10 ആണ്. നമ്മളത് പെർസെന്റേജ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 10% എന്ന് പറഞ്ഞതിന്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/10 ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നമുക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് ഇത്ര ഓർത്താൽ മതി. 5,000 അതിന്റെ 10%. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആയതുകൊണ്ട് 5,000ന്റെ 10%. ഏതിന്റെ? 5,000ന്റെ 10%. 10% കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1/10 കണ്ടായിരുന്നു, 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 5,000/10 എന്തായിരിക്കും? 500. അപ്പൊ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയാന്ന് വെച്ചാൽ 500. ഇനി സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി 5,000 ഒന്നും ആവശ്യമില്ല. ഈ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാ? 500. ആ 500 ഒന്നും കൂടെ എഴുതുക. എന്നിട്ട് അതിന്റെ 10% എത്രയായിരിക്കും? 50 അല്ലെ. 500ന്റെ 10% 50. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ആൻസർ ആയി. അപ്പൊ നോക്കിക്കേ, 500 + 500 1000, 1000 + 50 1050. ഇതായിരിക്കും അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. നമുക്ക് പറയാം, എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. നമ്മുടെ കോഡ് എന്തായിരിക്കും? 2-1. 3 ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണേണ്ടത് നമ്മുടെ കോഡ് 3-3-1 എന്നായിരിക്കും. 4 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത് നമ്മുടെ കോഡ് 4-6-4-1. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ 2 ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് 2 ടേം എന്നേ ഉള്ളൂ കേട്ടോ. 3 ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് 3 ടേം. 4 ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് 4 ടേംസ് എന്നേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, 2 വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലേ കാണേണ്ടത്? 5,000ലെ നമ്മുടെ എമൗണ്ട്. ഇപ്പൊ നമ്മളിവിടെ 5,000ന്റെ 10% സക്സസീവ് ആയിട്ട് കാണുക. സക്സസീവ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം 5,000ന്റെ 10% കാണുക, പിന്നെ ആ കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ അതിന്റെ 10% കാണുക. നമ്മൾ 2 വർഷം എടുക്കാൻ 2 തവണ കാണാൻ കാരണം 2 ഇയർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 5,000ന്റെ 10% എന്താ? 500. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 500ന്റെ 10% 50. ഇതാണ് സക്സസീവ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ കോഡ് എന്താ? 2 വർഷത്തേക്കാണെങ്കിൽ 2-1 എന്നല്ലേ പഠിച്ചത്? 2-1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ × 2 എന്ന് എടുക്കുക, ഇവിടെ × 1 എന്ന് എടുക്കുക. അപ്പൊ 500 × 2 1000. 50 × 1 50. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 1050. ഇതാണ് ഒരു മെത്തേഡ്. ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. റേഷ്യോ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു 10%ന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നോക്കിയേ, 10% എന്ന് പറഞ്ഞതിന്റെ ഫ്രാക്ഷൻ എന്താണ്? 1/10 ആണ്. ഓർത്തു വെക്കുക. ഈ 1/10 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. 10 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, 10 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്കിൽ, 1 വർഷം കഴിയുമ്പോൾ നമുക്ക് 1 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. 1 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. ദിസ് ഈസ് ഇൻട്രസ്റ്റ്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതാണ് എമൗണ്ട്. ഇതാണ് 10%ന്റെ മീനിങ്. 10% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1/10 ആണ് അതിന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് 1 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. 10 രൂപയ്ക്ക് 1 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എമൗണ്ട് എത്രയാവും? 1 വർഷം കഴിയുമ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയാവും? 10 + 1 11 ആവും അല്ലെ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 10 തന്നെ. ക്ലിയർ നോക്കിക്കേ. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതായിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മുടെ എമൗണ്ട് കാണാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 10 + 1 11. അപ്പൊ നോക്കിക്കേ, 1 വർഷം കഴിഞ്ഞപ്പോൾ 10 രൂപ 11 ആയി. ക്ലിയർ അല്ലേ? 10 രൂപ 11. അപ്പൊ നമ്മുടെ എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ എന്തായി? എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 11:10. എമൗണ്ട് 11 ആയി, പ്രിൻസിപ്പൽ 10. ഇതെന്താ? ബേസ് ഇയർ എന്ന് പറയും. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ബേസ് ഇയർ എന്ന് പറയും. ബേസ് ഇയർ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്ത് 2 വർഷത്തെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ 2 വർഷത്തെ എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. ജസ്റ്റ് സ്ക്വയർ എടുക്കുക. 3 വർഷമാണെങ്കിൽ ക്യൂബ് എടുത്തേനെ. 11 സ്ക്വയർ ഈസ് ടു 10 സ്ക്വയർ. ഇതാണ് 2 വർഷത്തെ 2 വർഷത്തെ എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ. എത്ര ഇടും ആൻസർ? 121 ഈസ് ടു 100 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച് 121 ഈസ് ടു 100 എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഏതാ? ഇതിപ്പോ എമൗണ്ട് പ്രിൻസിപ്പൽ റേഷ്യോ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 100 യൂണിറ്റ് എന്ന് എടുക്കാം. ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് 100 യൂണിറ്റ്. നമ്മുടെ എമൗണ്ട് എത്രയായി? 121 യൂണിറ്റ്. അപ്പൊ 100 രൂപ എന്നുള്ളത് 100 യൂണിറ്റ് എന്നുള്ളത് 2 വർഷം കഴിഞ്ഞപ്പോൾ 121 യൂണിറ്റ് ആയി. എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് അല്ലേ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? അത് എത്രയാ? 21 യൂണിറ്റ്. 20 യൂണിറ്റ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മാറുന്നില്ല. പ്രിൻസിപ്പൽ എമൗണ്ട് എല്ലാ വർഷവും സെയിം ആണ്. അപ്പൊ 100 യൂണിറ്റ് എന്നുള്ള എന്തായിരിക്കും? ഇവിടെ 5000 തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്കറിയാം 100 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000. നമുക്ക് എത്രയാ വേണ്ടത്? 21 യൂണിറ്റ് കിട്ടിയാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആയി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി. ഇപ്പൊ 100 യൂണിറ്റ് 5000 ആണ്. നമുക്ക് 21 യൂണിറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 5000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 യൂണിറ്റ് ആയി. അതിനെ നമ്മൾ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ. ഈ 0 ക്യാൻസലായി, 0 ക്യാൻസലായി. 50 into 21 ദാറ്റ് ഈസ് 1050. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 മെത്തേഡ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് ശരിക്കും വായിച്ച് പഠിക്കുക, ചെയ്ത് പഠിക്കുക. നമുക്ക് പുതിയ വീഡിയോസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.